ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനി, അഭിമന്യ തെവദോറസ് തിരുമേനിയും കർത്താവിൻ സഹോദരൻ, ബഹുമാനപ്പെട്ട ജോൺ കുട്ടി അച്ഛൻ പറഞ്ഞു നിർത്തിയത് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം എത്ര പേർക്ക് കാണാൻ ഇടയായി എന്നാണ് വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഏകദേശം എത്ര പേര് കണ്ടു? ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. എന്തോ 11, 3, 11, 3, 14 നേരം കൂട്ടി വിളിക്കുകയാണ്. കുറച്ചുകൂടെ ഉറപ്പിക്കാറായിട്ടില്ല, കുറെ കൂടെ 15 ഇല്ല, ഉറപ്പിക്കാറായിട്ടില്ല. 15 വരെ വന്നിട്ടുണ്ട്. 17 സുവിശേഷകരാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഫൈനാൻസിന്റെ പ്രവർത്തകരാണ്, മിഷണറിമാരാണ്. 500-ലധികം പേർ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടതായിട്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അപ്പൊ ഇത് 1-2 പേർക്കുണ്ടായ ഒരു ഹാലൂസിനേഷൻ എക്സ്പീരിയൻസോ ഒരു സ്വപ്നമോ ഒന്നും മാത്രമല്ല, ധാരാളം പേർക്ക് അനുഭവവേദ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ ക്രിസ്തുവിനോടൊപ്പം മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമായിട്ട് മാമോദീസായെ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. അത് ജീവിതം മുഴുവൻ തുടരേണ്ട ഒരു അനുഭവമായിട്ടും നമുക്ക് ഈ ക്രിസ്തീയ പാരമ്പര്യം പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ശരിക്കും ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ഒരു രഹസ്യം. ഗാന്ധിജിയോട് ഒരിക്കൽ പത്ര റിപ്പോർട്ടേഴ്സ് നിങ്ങളുടെ ചിന്തകൾ, ജീവിത സന്ദേശം എല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ചുരുക്കമായിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച 2 പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്: റിനൗൺസ് ആൻഡ് റിജോയ്സ്. ത്യജിക്കുക, സന്തോഷിക്കുക. അവനോട് കൂടെ മരിക്കുക, ഉയർത്തുക. ത്യജിക്കുക, സന്തോഷിക്കുക. ഇന്നലെ ആദിമ ക്രിസ്തീയ സഭാ പാരമ്പര്യത്തിൽ രക്തസാക്ഷികളുടെ ഒരു ജീവിത വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അവർ നമുക്ക് നൽകുന്ന സന്ദേശം ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ തീം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. അത് ഇന്ന് നമ്മൾ ലിറ്ററലായിട്ട് സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, സുവിശേഷ മേഖലകളിൽ, മിഷൻ തലങ്ങളിലൊക്കെ എങ്ങനെ ആപ്ലിക്കബിൾ ആകും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമുക്കെല്ലാം ഇൻസ്പിറേഷൻ നൽകി ഈ ഒരു സംരംഭത്തിന് ആരംഭം കുറിച്ചതായ അഭിമന്യ ഗീവർഗീസ് മാർ ഉസ്താദ്യോസ് തിരുമേനിയുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ത്യാഗത്തെ കുറിച്ച്, കുരിശു വഹിക്കുന്നതിനെ കുറിച്ച്, തെളിച്ച് സന്തോഷിക്കുന്നതിനെ കുറിച്ച് 4-5 കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം, ചിന്തിക്കാം. അഭിമന്യ തിരുമേനിയെ കുറിച്ച് ധാരാളം പഠിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവർ മിക്കവരും. തിരുമേനിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പുതിയതായിട്ടൊക്കെ വന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗ്രാഹ്യം കാണുകയില്ല. ദ സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പുവർ വേൾഡ് എന്നുള്ള പുസ്തകം, ഷെയറിംഗ് ഗോഡ് ഷെയറിംഗ് വേൾഡ് എന്നുള്ള ഒരു ബുക്ക്, അതുപോലെ വൺ റിലീജിയൻ ഓഫ് ലവ്, തിയോളജി ഓഫ് എ ക്ലാസ്ലെസ് സൊസൈറ്റി, ഭൂവിന ശേഷം, സ്ഥിതി സമത്വം, സുവിശേഷ ദൗത്യം. ഇങ്ങനെ എന്തുമാത്രം പുസ്തകങ്ങള്, ലേഖനങ്ങള്, പഠിപ്പിക്കലുകളാണ് കിടക്കുന്നത്. അത് കർത്താവാകുന്നുള്ള ആ ഒരു പുസ്തകത്തിന് തിരുമേനിയുടെ കുറെ ലേഖനങ്ങളും ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, ജീവിതത്തെ കുറിച്ച് മാത്രം. തിരുമേനിയെ സംബന്ധിച്ചും ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും തുറന്ന് വായിക്കേണ്ട ഒരു വലിയ പുസ്തകമാണ് ജീവിതം തന്നെ എന്നുള്ളത് നമുക്കറിയാം. എത്ര റിഫ്ലക്ട് ചെയ്താലും പഠിച്ചാലും അധികമാകാത്ത വിധത്തിൽ വേണ്ടുവോളം വിഭവങ്ങൾ കിടപ്പുണ്ട്. ഇതെല്ലാം പറ്റും നമുക്ക് എപ്പോഴും ചർച്ച ചെയ്യാൻ സാവകാശമില്ല, വായിച്ചൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാലും ഇങ്ങനെ കൂടി വരുമ്പോൾ തിരുവേനിയുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുകൂടെ
തീം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതല്ലേ എന്ന് ആഗ്രഹിച്ചാണ് ഈ വിധത്തിലുള്ളതായ ഒരു ഉദ്യമത്തിന് ഞാൻ ശ്രമിക്കുന്നത്. 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ റെനൗൺസ് ആൻഡ് റിജോയ്സ്, അല്ലെ സാക്രിഫൈസ് ആൻഡ് ബി ഹാപ്പി എന്നുള്ള ആ ഒരു വിഷയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തിരുമേനിയുടെ ചിന്തകളിൽ നിന്ന് എടുക്കുക. ഒന്നാമത്, എന്ത് ത്യജിക്കണം? സങ്കുചിതത്വം ത്യജിച്ച് ആഗോള വീക്ഷണം സ്വീകരിക്കണം. ഇതാണ് തിരുമേനി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. തിരുമേനിക്ക് ഒരു വലിയ ഇടവകയുണ്ടായിരുന്നു. ആ ഇടവക മാവേലിക്കരയോ കുഴിമറ്റത്തോ ഒന്നും മാത്രം ഒതുക്കി നിന്നതല്ല. അത് കേരളത്തിൽ ഒതുക്കി നിന്നില്ല, ഇന്ത്യയിലും നിന്നില്ല. തിരുമേനിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ലോകം മുഴുവനാണ് നമ്മുടെ ഇടവക. എവിടെ പാപവും അജ്ഞതയും രോഗവും ഉച്ചനീചത്വവും ജാതി വ്യവസ്ഥയും പട്ടിണിയും മനപ്രയാസവും നിരാശയും അവശേഷിക്കുന്നുവോ അവിടെ സഭ എത്തിച്ചേരണം. ഓരോ ക്രിസ്ത്യാനിയുടെയും വീക്ഷണവും ആഗോളമായിരിക്കണം. നമുക്കായി ജീവിച്ച് മരിച്ച യേശു സർവ്വലോകത്തിനും വേണ്ടിയായിരുന്നു. സഭ സഭയ്ക്കായിട്ടല്ല, ലോകത്തിനായിട്ടല്ല. ഇതാണ് ദൈവരാജ്യത്തിന്റെ ദർശനം. ഏതൊരു സാമ്രാജ്യവും ഏതൊരു രാജ്യവും അതിന്റെ ബൗണ്ടറിക്കും ബോർഡറിനും അകത്തുള്ള ആളുകളുടെ കാര്യം മാത്രം നോക്കുന്നു. ഈ ഒരു സംഘബോധം ആവശ്യത്തിലധികമായി കഴിഞ്ഞാൽ അത് വർഗീയതയായിട്ട് പരിണമിക്കപ്പെടും. അത് ഫാസിസമായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് കാസ്റ്റ് സിസ്റ്റമായിട്ട് രൂപപ്പെടും. മറ്റുള്ളവരെയൊക്കെ വെറുക്കുക. അത് എക്സ്ട്രീമായിട്ട് പോകുന്നതാണ്. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ പഠിപ്പിച്ചതാണ്. ആ ബോർഡറിന് ആര്യവംശ രക്തമുള്ളതായ ഒരു സമൂഹം, അതിന് പുറത്തുള്ളവരെയൊക്കെ വെറുക്കുക, നശിപ്പിക്കുക, കൊല്ലുക. ഇനി അത്രയും പോയില്ലെങ്കിലും ബോർഡറിന് പുറത്തുള്ളവരോടൊരു നിസ്സംഗത പുലർത്തുന്നതായ സംഘബോധം ശക്തമാകും. സഭ അങ്ങനെയുള്ളതല്ല. സഭ ദൈവരാജ്യത്തിന്റെ അടയാളമാണ്, പ്രതീകമാണ്. ഈ ലോകത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടതായ ഒരു ശുശ്രൂഷക്കാരിയാണ് സഭ എന്നുള്ളതാണ് തിരുമേനി പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ദൈവരാജ്യം ബോർഡർ ഇല്ലാത്ത ഒരു രാജ്യമാണ്. എല്ലാ മനുഷ്യരുടെയും നന്മയും സ്വാതന്ത്ര്യവും വളർച്ചയും ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതും സമാധാനപൂർവമായിരിക്കുന്ന ഒരു ജീവിതാനുഭവവും ഒക്കെ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു വലിയ ദർശനമാണ്. ഈ പ്ലാനറ്റിൽ മുഴുവൻ ആ ഒരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയല്ലേ യേശു ഇടപെട്ടത്. ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നല്ലേ പറഞ്ഞു. സർവ മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷമെന്നല്ലേ യേശുവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ മതത്തിലോ സഭയിലോ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്നത് തെറ്റാണോ? അല്ല. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിൽക്കുന്നത് ഈ അനുഭവത്തിൽ വളരാൻ വേണ്ടിയാണ്, ഈ ദർശനത്തിൽ ശക്തിപ്പെടാൻ വേണ്ടിയാണ്. ഈ ഫെയ്ത്ത്ഫുൾനെസ്സും അതുപോലെ തന്നെ ഈ ഓപ്പൺനെസ്സും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ദർശനമാണ് തിരുമേനി നമുക്ക് നൽകുന്നത്. അല്ലെങ്കിൽ വിശ്വസ്തതയും വിശാലതയും എങ്ങനെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാം. ഞാൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ എന്നുള്ള നിലയിൽ ഡീപ്പായിട്ട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ എന്റെ കൺസേൺ മുഴുവൻ ഈ ലോകത്തിന്റെ മുഴുവൻ നന്മയാണ്, സമൂഹത്തിന്റെ മുഴുവൻ നന്മയാണ്, സ്വാതന്ത്ര്യമാണ്, രക്ഷയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്റെ 2 ആൺമക്കളാണ്. അതിൽ മൂത്തവനാണ് ബുദ്ധിമാന്ദ്യമുള്ളത്. അപ്പൊ ഒരു ദിവസം അവന്റെ അനിയനുമായിട്ട്, അനിയനെ അവൻ വിളിക്കുന്നത് പഠിത്തക്കാരനാണ്, അനിയനെ വഴക്ക് കൂടിയിട്ട് അങ്ങേയറ്റം വന്നപ്പോഴത്തേക്ക് അനിയന്റെ അപ്പനെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പം എനിക്കൊരു വശത്ത് ചിരിയുണ്ട്, മറ്റൊരു വശത്ത് സങ്കടവും വേദനയെല്ലാം. അവരെ സ്കൂളിൽ നിന്നാണ് കിട്ടിയത് ഈ ഒരു പ്രയോഗം. അപ്പൊ എന്റെ മനസ്സിലുണ്ടായ ഒരു വേദന. ഈ 2 മക്കൾ എന്റെ മക്കള്, ഒരുത്തൻ വേറെ അപ്പനെ വിളിച്ച് തെറി പറയും. ഇതല്ലേ സ്വർഗീയ പിതാവിന്റെ വേദന? ഈ ലോകത്തെ നോക്കുമ്പോൾ ഈ ലോകത്തിലെ അടിപിടികളും കലഹങ്ങളും ഭിന്നതകളും വർഗീയതകളും വിഭാഗീയതകളും
അതുപോലെ വയലൻസും വാറും എല്ലാം കണ്ടുകൊണ്ട് സ്വർഗീയ പിതാവ് വേദനിക്കുന്നു. ഈ വേദനയിൽ പങ്കുചേരുകയായിരുന്നു അഭിമന്യ ഉസ്താദ് തിരുമേനി. തിരുമേനി പറഞ്ഞു, നമ്മുടെ അപ്പ ഒന്നാണ്, നമ്മുടെ പിതാവ് ഒന്നാണ്. ആ പിതാവിന് മക്കളായി ഈ ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമായിട്ട് തീരണം. ആ ഒരു കുടുംബ ദർശനമായിരുന്നു തിരുമേനി തന്റെ ജീവിതത്തിൽ മുഴുവൻ നിലനിർത്തിയിരുന്നത്. ഒരൊറ്റ ഫാമിലിയാണ്, ഇത് മുഴുവൻ ഒരു കുടുംബമാണ്. പക്ഷെ പലർക്കും അവരവരുടെ ഇട്ടാവട്ടത്തിലെ ഒരു സമുദായമോ ഒരു മത സംഘടനയോ ഒരു സ്ഥാപനമോ ഒക്കെ മാത്രമാണ് എല്ലാം. തിരുമേനിക്ക് അതെല്ലാമായിരുന്നു. പക്ഷെ അതുപോലും ആത്യന്തികമായിട്ട് ഈ ലോകദർശനം സാധൂകരിക്കാൻ വേണ്ടിയാണ്, ദൈവരാജ്യത്തിന്റെ വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് മുഴുവൻ എന്നുള്ളതാണ് തിരുമേനി ചിന്തിച്ചത്. അപ്പൊ ആ അഗാപ്പെ ദർശനം അത് പരിശുദ്ധ തത്വത്തിൽ പൂർണ്ണമായിട്ട് കാണുന്നു. ആ ഫെലോഷിപ്പ് അതിവിടെ റിഫ്ലക്ട് ചെയ്യണം എന്നുള്ളതാണ് തിരുമേനി പ്രധാനമായിട്ടും ആഗ്രഹിച്ചത് എന്നുള്ളത് നാം ഓർക്കേണ്ടതായ കാര്യമാണ്. രണ്ടാമത്, ഈ ത്യാഗം എന്ന് പറയുന്നത് സ്വാർത്ഥത ത്യജിച്ച് പങ്കിടീലിന്റെ സന്തോഷത്തിലേക്ക് വരണം. പങ്കിടീലിന്റെ സന്തോഷാനുഭവം ഉയർത്തേണ്ടത് മരിക്കണം, സ്വാർത്ഥത മരിക്കണം. അപ്പൊ ത്യജിക്കേണ്ടത് തികഞ്ഞ സെൽഫ് സെന്റേർഡ്നെസ്, സ്വാർത്ഥതയാണ്, സെൽഫിഷ്നെസ് ആണ്. എന്നിട്ട് അഗാപ്പെ ലവ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. ഭൂവിനാശേഷം എന്നുള്ള തിരുമേനിയുടെ പുസ്തകത്തിൽ തിരുമേനി പറയുകയാണ്, ദൈവദാനമായ വിദ്യാഭ്യാസം, സമ്പത്ത്, ആരോഗ്യം, ഭക്ഷണം, വസ്ത്രം, ജോലി, മരുന്ന്, ഭവനം, ആരാധന, സമാധാനം, സന്തോഷം മുതലായവയെല്ലാം പങ്കിടുന്നതാണ് മിഷൻ. തിരുവേലിയുടെ മണ്ഡലത്തിൽ ഒരു പ്രസംഗം ഓർക്കുന്നു. RSSനെ കുറിച്ചാണ് എനിക്ക് പ്രസംഗിക്കാനുള്ളത്. പറഞ്ഞോടൊക്കെ ഞാൻ ഓർത്തന ഇന്ന് തിരുവേലി നാഗപൂർ സെന്റേഡ് ആയിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സംഘം ഉണ്ടല്ലോ, RSS. അപ്പൊ അതിനെ കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നത്. പക്ഷെ പ്രസംഗിച്ചു വന്നപ്പോഴാണ് റിസോഴ്സ് ഷെയറിംഗ് സിസ്റ്റം, നമുക്ക് ലഭ്യമായ എല്ലാ റിസോഴ്സസും പങ്കുവെക്കണം, ഇതാണ് സുവിശേഷ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവേലി പഠിപ്പിക്കുകയുണ്ടായി. അത് എല്ലാവർക്കും പ്രത്യേകിച്ച് ലഭ്യമാകാതെ പോകുന്നവർക്ക്. ഇപ്പൊ ഞാൻ രണ്ട് മക്കളുടെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ഈ ബുദ്ധിമാന്യമുള്ളവന് മറ്റേ മകൻ മാക്സിമം കെയർ ചെയ്ത് പോകണമെന്നല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെയല്ലേ സ്വർഗീയ പിതാവിന്റെ ആഗ്രഹം. എവിടെയെങ്കിലും ബലഹീനതയുള്ളിടത്ത് ബാക്കിയുള്ള മക്കളും കൂടെ കരുതി ഷെയർ ചെയ്ത് അവരെയും കൂടെ ഉൾക്കൊണ്ട് മക്കളെന്നുള്ള നിലയിൽ കൊണ്ടുപോകണമെന്നുള്ളതല്ലേ സ്വർഗീയ പിതാവിന്റെ ആഗ്രഹം. ഇതാണ് തിരുമേനി പഠിപ്പിച്ചത്. ഈ പങ്കിടലിന്റെ ദൈവശാസ്ത്രമാണ്. അതാണ് ഷെയറിംഗ് ഗോഡ്, ഷെയറിംഗ് വേൾഡ്. ദൈവം ഷെയറിംഗ് ആണ്, ദൈവം പങ്കുവെക്കലാണ്. ആരും ഒരാൾക്ക് വേണ്ടി നിൽക്കുന്നില്ല. നമ്മൾ ഈ സുവിശേഷത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കും. അതുപോലെ തന്നെ പുത്രൻ എപ്പോഴും പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. മഹാപുരോഹിത പ്രാർത്ഥനയിലും ഐ ഹാവ് ഗ്ലോറിഫൈഡ് യു ഓൺ എർത്ത്, സെയിന്റ് ജോൺ ചാപ്റ്റർ 17, ഞാൻ പിതാവെ എന്നെ മഹത്വപ്പെടുത്തി, അങ്ങനെയാണ് ഞാൻ ജീവിച്ചത്. ഓരോ കാര്യത്തിലും സമയം രണ്ടാമത്തെ വരം അത് എനിക്ക് പോലും അറിയുന്നില്ല, പിതാവിനെ അറിയാം. എപ്പോഴും പിതാവിന് മഹത്വം കൊടുക്കുന്ന പുത്രൻ. അതുപോലെ തന്നെ പരിശുദ്ധയെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ വരുമ്പോൾ അവൻ ഞാൻ പറഞ്ഞത് ഓർമ്മിപ്പിക്കും, എന്നെ മഹത്വപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. ആരും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല, അവരവർക്ക് വേണ്ടി നിൽക്കുന്നില്ല, പരസ്പരം മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം എന്ന് പറയുന്നു. തികഞ്ഞ ഷെയറിംഗ് ആണ്, ഫെലോഷിപ്പാണ്, എറ്റേണൽ കൊയിനോണിയാണ്, നിത്യമായിരിക്കുന്ന കൂട്ടായ്മയാണ്. ഈ ഷെയറിംഗ് ഗോഡ്, ഷെയറിംഗ് വേൾഡ് എന്ന് തിരുമേനി പുസ്തകത്തിൽ ടൈറ്റിൽ കൊടുത്തപ്പോൾ ഇതാ ഉദ്ദേശിക്കുന്നത്. ദൈവം നിത്യമായ ഒരു പങ്കുവെക്കലും ഷെയറിങ്ങും ഫെലോഷിപ്പും ആയതുപോലെ ഈ ലോകം മുഴുവൻ അതുപോലെ ആകണം. ഈ തെയോസിസ് എന്ന് പറഞ്ഞാൽ ദൈവീകരണം, ദൈവത്തെ പോലെയായി ചെയ്യുക. തിരുമേനി ഉദ്ദേശിക്കുന്ന ട്രിനിറ്റിഫിക്കേഷൻ ഓഫ് ദ വേൾഡ് ആണ് അതിന്റെ ഭാഗമായിട്ട്. ലോകം മുഴുവൻ തൃത്വവൽക്കരണം എന്ന് പറഞ്ഞാൽ ഈ തൃത്വത്തിലെ ഷെയറിങ് റിഫ്ലക്ട് ചെയ്യാനായിട്ടിടയാകണം. അങ്ങനെ പങ്കിടുന്ന, ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടായ്മയായിട്ട് തീരുന്നു. ഇവിടെ ഞാൻ വൈകിട്ട് ഈ ആശ്രമത്തിൽ വന്നപ്പോഴ് മുറിയൊക്കെ തന്നപ്പം മുറി ചെന്നപ്പോ അവിടെ വാതിക്കല് ഒരൊക്കെ പേര് വെക്കുള്ളൂ. നിങ്ങളുടെയൊക്കെ മുറികളുടെ പേര്. എന്റെ മുറിയിൽ 4 പേരുടെ പേര്. ഞാൻ കയറി നോക്കിയപ്പോൾ 2 ബെഡേ ഉള്ളൂ.
ഞാൻ പറഞ്ഞത് തിരുമേനിയുടെ ഈ ഷെയറിങ്ങോ ഈ ഇവിടെ പഠിപ്പിക്കാനായിട്ടാണോ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെയുള്ള എഴുതുന്നോ? ഏതാ 2 കട്ടില് 4 പേര്, പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ ഇതുവരെ. നമ്മൾ ഈ ഷെയറിങ്ങിനെ കുറിച്ചൊക്കെ പലപ്പോഴും സൂപ്പർവിഷനായിരിക്കുന്ന ചിന്തകളാണ്. തിരുമേനി അതിന്റെ ആഴത്തിലേക്ക് കാണും. ഒരിക്കലും ഒരു ട്രെയിൻ യാത്രയിലുണ്ടായ ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്യുകയാണ്. അത് ഞാൻ ഇപ്പോൾ ഒരു ഓടി വന്ന് കയറിയപ്പോഴും വാണിയറിന് പോയിട്ട് ഞാൻ GT എക്സ്പ്രസിൽ കയറിയപ്പോൾ നേരെ തിരിഞ്ഞ് ചെന്നൈക്ക് പോരുന്ന എക്സ്പ്രസിലാണ് കയറിയത്. വണ്ടി ഞാൻ പെട്ടെന്ന് വിടുകയും ചെയ്തു. പിന്നെ പെട്ടെന്ന് നിർത്താൻ പറ്റുന്നില്ല. അടുത്ത സ്റ്റേഷനിൽ ചെന്നിറങ്ങി വേറൊരു ടിക്കറ്റ് എടുത്ത് എനിക്ക് ഡൽഹി ഭാഗത്തേക്ക് പോകണം, ഒരു കോൺഫറൻസിൽ പങ്കെടുക്കണം. അങ്ങനെ പോകുമ്പോൾ ടിക്കറ്റ് ഇല്ല. അപ്പം രാത്രി ആയപ്പോൾ ഞാൻ നേരത്തെ ഈ കടലാസൊക്കെ പത്രം വിരിച്ച് കിടക്കാനായിട്ട് വരുമ്പോൾ ആ ക്യാബിനിലുള്ളതായ ഒരു ആന്റി എന്നോട് ചോദിച്ചു, ഓർത്തഡോക്സിലാണോ? ഞാൻ ജിബായൊക്കെ ഇട്ടാണ്, അപ്പൊ ഒരു ബന്ധം ആണെന്ന് പറഞ്ഞു. അച്ഛനല്ലേ? അതെ. അപ്പൊ ഈ താഴെ കിടക്കുമ്പോ ആന്റിക്ക് ഒരു പ്രയാസം. ആന്റി പണ്ട് ഓർത്തഡോക്സിലായിരുന്നു, അപ്പൊ വേറെ എന്തെങ്കിലും മാറിപ്പോയത്. എന്നാലും ആന്റിക്ക് മോളിൽ ഈ ബർത്തേ കിടക്കുകയും ഞാൻ താഴെ കിടക്കുകയും ചെയ്യുമ്പോൾ അത്രയൊരു സുഖമായിട്ട് തോന്നി. അപ്പുറത്ത് ഒരു ഓർത്തഡോക്സ് ഫാമിലി ഉണ്ട്, അവരെ 2 പിള്ളേരുണ്ട്. ഞാൻ പോയി ചോദിക്കാം, ആ 2 പിള്ളേരെ ഒരുമിച്ച് കിടക്കുകയും എനിക്കൊരു ബർത്തി ചിലപ്പോൾ അവർ തരും. അതുകൊണ്ട് വേണം ഞാനോട് ബർത്തി കിടന്നോളാന്ന് പറഞ്ഞ് കിടക്കാനൊരുക്കിയും സമ്മതിക്കുക. പോയി ചോദിച്ചിട്ട് നിരാശപ്പെടുത്തുന്ന മറുപടിയാണ് തിരിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ ചോദിക്കാൻ പോകണ്ടെന്ന്. അപ്പോഴത്തേക്ക് അവർ വീണ്ടും പ്രയാസം. അപ്പൊ ആ ക്യാബിനില് നാട്ടിൽ ജോലി ചെയ്തിട്ട് അവധിക്ക് നേപ്പാളിനൊക്കെ പോകുന്ന, ഡൽഹി ചെന്നിറങ്ങിയിട്ട് പോകാനായിട്ട് പോകുന്ന ഒരു കുടുംബമുണ്ട്, നേപ്പാളിൽ പോകും. അപ്പൊ അവരോട് ചോദിച്ചു, അപ്പനോട് ചോദിച്ചു, 2 പിള്ളേരോടൊക്കെ അവരെ ഒന്ന് ഒരുമിച്ച് കിടത്തിയിട്ട് ഇയാൾക്കൊരു ഇത് കൊടുക്കാവോ? അവരാ ഒരു കൊച്ചിനെ എടുത്ത് മറ്റേ കൊച്ചിന്റെ കൂടത്തെ കിടത്തിയിട്ട് എനിക്കൊരു ബർത്ത് ക്രമീകരിച്ചു. അപ്പൊ രാവിലെ ഇറങ്ങുമ്പോൾ ഒരു കേർട്ടസിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പൈസ ഞാൻ തരിക, 50 രൂപ എടുത്ത് കൊടുത്തു. അയ്യോ ഒന്നും വേണ്ട, ഇത് ഈ ട്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെ എന്റെ വീട്ടുവകയാണോ? ഇതിങ്ങനെ ഷെയർ ചെയ്ത് പോകേണ്ടതല്ലേ? അതെന്നോട് ചോദിച്ചു. നല്ലൊരു ശൗര്യക്കാരനായിട്ട് എന്നോട് പറയുകയാണ്, ഇത് പങ്കുവെച്ച് പോകേണ്ടതല്ലേ? ഈ പ്ലാനറ്റ് ഒരു ട്രെയിനാണ്, സഹയാത്രികരാണ് നാം എല്ലാവരും. ഇത് പങ്കുവെച്ച് പോകേണ്ടതാണ്. അപ്പോഴും ഞാൻ ഓർത്തു, എന്തോരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അപ്പുറത്ത് നമ്മുടെ ഒരു കുടുംബത്തിന് കിട്ടിയത്. പങ്കിടീലിന്റെ വലിയ ദൈവശാസ്ത്രം, വലിയ ആത്മീയ ദർശനം കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് ദൈവം അവരുടെ മുമ്പാകെ ഒരുക്കിയ ഒരവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ പോയാൽ എനിക്ക് സീറ്റ് കിട്ടാത്തതിന്റെ പ്രയാസം. മറിച്ച എത്ര അവസരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ ഈ ഷെയറിങ്ങിന്റെ അനുഭവം പഠിപ്പിക്കാൻ തക്കവണ്ണം ലഭിച്ചിട്ടും വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാനും വീണ്ടും സ്വരുക്കൂട്ടി വെക്കാനും കൂടുതൽ ആർജിക്കാനും 60-70 ലക്ഷം രൂപ ലോൺ എടുത്ത് വിദേശത്ത് 10ാം ക്ലാസും 12ും കഴിഞ്ഞ് പോയി പഠിപ്പിച്ച് വലിയ നിലയിലേക്ക് ആക്കുകയാണ്. ഷെയറിങ്ങിന്റെ ഏത് പാഠം പഠിപ്പിച്ചിട്ടാണ് വിടുന്നതെന്നുള്ളവർ വളരെ സങ്കടകരമാണ്. ഈ കൺസ്യൂമറിസ്റ്റ് കൾച്ചറിന്റെ ഈ ഭയങ്കരമായ സെൽഫിഷ്നെസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ടൂൾസ് ആക്കിയും വിക്ടിംസ് ആക്കിയും അടിമകളാക്കിയും ഒരു തലമുറയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണോ നമ്മുടെ ചുമതല? ഈ ദൈവരാജ്യത്തിന്റെ പങ്കുടിയിന്റെ ഒരു ദർശനം എത്രമാത്രം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ദരിദ്രരുടെ സഭയെന്ന് തിരുമേനി പറഞ്ഞപ്പോൾ തിരുമേനി ഉദ്ദേശിച്ചത് ദരിദ്രരായിരിക്കുന്ന കുറെ ആളുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇതിൽ മെമ്പേഴ്സായി വരിക എന്നുള്ളത്. സൗകര്യവും സമ്പത്തും ഒക്കെ ഉള്ള മനുഷ്യര്, അതുപോലെ തന്നെ പള്ളികളും ഒക്കെ അവരുടെ സൗകര്യങ്ങൾ പങ്കുവെച്ച് സ്വയം ദാരിദ്ര്യം അല്ലെങ്കിൽ ലാളിത്യം സ്വീകരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചും കൂടിയാണ് തിരുമേനി ഉദ്ദേശിച്ചത്. ഇവിടെ എല്ലാം ഓർക്കണം, ഒരു ഫാമിലി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ശക്തമാണ്. കുടുംബത്തിൽ തിരുമേനി തന്നെ അനുഭവത്തിൽ അറിയാം, അമ്മ പങ്കുവെച്ചതും അമ്മ ത്യാഗമെടുത്തതും പിള്ളേര് കഴിക്കുമ്പോ അമ്മ പൊട്ടിയ വയറുമായി യാത്രയിൽ കിടക്കേണ്ടി വന്ന സാഹചര്യങ്ങളും ഒക്കെ അറിയാം. മാത്രമല്ല അയലോകത്തുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പൊതിയും കെട്ടി ഈ മകനെ വിളിച്ചുകൊണ്ട് പോയ കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഷെയറിങ് നന്നായി പഠിച്ചു വന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഈ പ്ലാനറ്റ് മുഴുവൻ, ഈ ലോകം മുഴുവൻ അങ്ങനെ ഒരു ഷെയറിങ് കുടുംബമാകണമെന്നുള്ളത് തിരുമേനി പഠിപ്പിക്കുന്നത്. പിന്നെയാണ് പരിശുദ്ധ തൃത്വം എന്നുള്ള കുടുംബവും ക്രിസ്തുവിലുണ്ടായ ആ വലിയ സ്നേഹത്തിന്റെ അഗാപ്പയുടെ പങ്കുടിലിന്റെ അനുഭവം തിരുമേനി കൂടുതൽ ബോധ്യപ്പെട്ട പഠിപ്പിക്കാനായിട്ട്. മൂന്നാമത് ത്യജിക്കണം, റിനൗൺസ്, ആർഭാടം ത്യജിച്ച് ലളിത ജീവിതത്തിന്റെ സന്തോഷം അത് ഉയർത്തെഴുന്നേൽക്കണം.
ആർഭാടം എല്ലാ മേഖലകളിലും രചിക്കണം. കാരണം ഇത് ഈ സുവിശേഷമായിട്ട് ചെയ്യുകയാണ്. സുവിശേഷ ദർശനമുള്ളവരെല്ലാം നോക്കിക്കും. അവര് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ സ്വാഭാവികമായിട്ട് തന്നെ ജീവിത ലാളിത്യം ഭരിക്കുന്നവരായി. എന്തോ ഒരു ലാളിത്യത്തിന്റെ പര്യായമായിരുന്നു. അദ്ദേഹം കവറടക്കപ്പെട്ട സാഹചര്യവും അതിനുവേണ്ടി പറഞ്ഞിരുന്ന കാര്യവും നമുക്കറിയാം. ഒരു വായനെടുത്ത് അവിടെ വെച്ചാൽ മതി, അവിടെ വലിയ സംഭവങ്ങളൊന്നും വേണ്ട. പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയാണ് വന്ന് കവറടക്കുന്നത്. തിരുമേനി അതിലും വലിയ ലാളിത്യത്തിന്റെയും മിഷന്റെയും ആളായെന്ന് നമുക്കറിയാം. പത്രോസ് മാർ ഒസ്താദ് തിരുമേനി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമുണ്ടായ ഒരു സംഭവമാണ് ആ തിയോണലിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത്. അഭിമന്യ ഒസ്താദ് തിരുമേനിയും ഇതുപോലെയുള്ള പിതാക്കന്മാരും എല്ലാം പഠിപ്പിച്ചിരുന്നതാണ്. ഞാൻ ഓർക്കുന്നു, മദർ തെരേസ മരിച്ച ദിവസമാണ് ഒരു ഞായറാഴ്ച വെളുപ്പിന് കൽക്കട്ടയിൽ ഞങ്ങൾ കുടുംബമായിട്ട് ചേർന്ന് ഇറങ്ങി മറ്റൊരു കാര്യത്തിന് വേണ്ടി പോയതാണ്. അന്ന് രാത്രിയിൽ ഈ ഡെഡ് ബോഡി കാണാനായിട്ട് വ്യൂയിങ്ങിന് വേണ്ടി കിലോമീറ്റർ ക്യൂ നിൽക്കുന്ന ആ ലൈനിൽ നിന്ന് ഞങ്ങൾ പോയി കണ്ടത് ഓർമ്മ. നീലക്കരയുള്ള പരുക്കൻ സാരിയൊക്കെ ധരിപ്പിച്ച് ആ ജലാനരകൾ ബാധിച്ച് ഒക്കെ ചുട്ടി ചുളിഞ്ഞ് ഉള്ളതായ ആ പൊക്കം കുറഞ്ഞ ആ സ്ത്രീ അവിടെ കിടന്നു. എന്തുമാത്രം ആയിരക്കണക്കിന് പേര് വന്ന് ആദരവറിയിക്കും. അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഡയാന മരിക്കും, രാജകുമാരി. രണ്ടു പേരുടെയും കൂടെ പടം വെച്ച് ഇന്ത്യ ടുഡേയുടെ ഫ്രണ്ട് പേജിൽ വന്നതാണോ. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരാണ് കൂടുതൽ സൗന്ദര്യം, കൂടുതൽ സുന്ദരി ആരാണ്? മദർ തെരേസയുടെ മുഖത്താണ് എനിക്ക് കാണുന്നത്. കൽക്കട്ടയിലെ തോട്ടിപ്പണി ചെയ്യുന്ന, കക്കൂസ് മാലിന്യം നീക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം, അവർ ഉപയോഗിച്ചിരുന്ന യൂണിഫോം തന്റെ സിസ്റ്റർഹുഡിലെ സിസ്റ്റേഴ്സിന് മുഴുവൻ വേഷമായി സ്വീകരിക്കാനായിട്ടുള്ള വലിയ വിനയത്തിന്റെ ലാളിത്യത്തിന്റെ എന്തോ ഒരു മഹത്തായ ദർശനമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. തിരുമേനി പഠിപ്പിച്ചത് ഇത് തന്നെയാണ്. The sin of being rich in a poor world എന്നുള്ള ബുക്കിൽ പറയാം. It is only a worldly person who can enjoy luxuries on earth without any prick of conscience when the neighbor is in dire need. വലിയമാർ ബസേലിയോസ് അതുപോലെയുള്ള പിതാക്കന്മാർ ചോദിക്കുന്നുണ്ട്, സ്വർണം കെട്ടിയ കട്ടിലയിലാണ് കിടക്കുന്നതെങ്കിലും ഉറക്കമല്ലേ പ്രധാനം? ഉറക്കമില്ല എന്നാ കാര്യം? എന്നാ ലക്ഷറി ഉണ്ടായാലും എന്നാ കാര്യം? വലിയമാർ ബസേലിയോസ് ടു ദ റിച്ച് എന്നുള്ളതായ ഒരു ട്രീറ്റീസ് എഴുതിയിട്ടുണ്ട്. ഇൻ ദ ഫാമിൻ ആൻഡ് ഡ്രൗട്ട്, ഇൻ ദ ടൈം ഓഫ് ഫാമിൻ ആൻഡ് ഡ്രൗട്ട് എന്നുള്ള മറ്റൊരു ട്രീറ്റീസ് ലഭ്യമാണ്. അതുപോലെയുള്ള ലേഖനങ്ങളൊക്കെ ഈ വിഷയം ശക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയാണ്, നിങ്ങളുടെ ചിലരുടെ ഒരു മോതിരം വിറ്റാൻ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പട്ടിണി മാറ്റാൻ പറ്റുമല്ലോ. ദൈവമായ കണക്ക് കൊടുക്കേണ്ടി വരും. അത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, അമേരിക്കയിലെ ചില കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ ചിലത് ഷെയർ ചെയ്യുന്നതാണ്. അതായത് മകനെ കല്യാണം കഴിഞ്ഞു, അധികം താമസിയാതെ പിരിഞ്ഞു പോയി. പക്ഷെ ആ പിരിഞ്ഞു പോയതിനും സങ്കടം, എൻഗേജ്മെന്റിന് മോതിരവും കൂടിയാണ് പോയത്. അത് തിരിച്ചു കിട്ടുന്നില്ല. കാരണം $37,000 അതിന്. അപ്പൊ ഞാൻ നോക്കണം, 4-ാം നൂറ്റാണ്ടിൽ വലിയമാർ ബസേലിയോസ് എഴുതിയ ആ സംഭവം അതിന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില സംഭവങ്ങളാണല്ലോ വലിയതി വന്നുകൊണ്ടിരിക്കുന്നത്. ആർഭാടം, അതിനെക്കുറിച്ച് തിരുമേനി വളരെ കർശനമായ ചില ഭാഷകളിൽ സഭയെയും സമൂഹത്തെയും അതുപോലെ തന്നെ ഈ ഗൾഫ് പണം എല്ലാം ഉപയോഗിച്ച് വലിയ വലിയ ലക്ഷറീസ് ആയിരിക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെയും ഒക്കെ വിമർശിക്കുന്നുണ്ട്. ഈശ്വരന്റെ സ്വത്ത് എല്ലാ മക്കൾക്കും ഉദ്ദേശിച്ചുള്ളതാണ്. അത് കൂടുതൽ കൂട്ടുന്നു അവൻ കൊള്ളക്കാരനാണ്. വീണ്ടും തിരുമേനി സഭാ ജീവിത സാക്ഷ്യത്തെ കുറിച്ചുള്ള ആ പുസ്തകത്തിൽ പറയുന്നു, ചുറ്റുപാടുമുള്ള സഭകളോടും ഇടവകളോടും മത്സരിച്ച് വിശാലമായ പാരീഷ് ഹോളുകളും നവീനങ്ങളായ പള്ളികളും ആഡംബരം നിറഞ്ഞ പാഴ്സലേജുകൾ ഏറ്റവും ഉയരം കൂടിയ കുരിശുതൊട്ടികളും നിർമ്മിക്കുന്നതിനാണ് കേരളത്തിലെ പല ഇടവകൾക്കും താല്പര്യം. അത്യാവശ്യം സൗകര്യമുള്ള ക്രമീകരണങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നതൊന്നും. ഈ ഒരു നില കുരിശും തൊട്ടിയാണെങ്കിലും 7 നിലയാണെങ്കിലും 5 നിലയാണെങ്കിലും അത്രയും പോകണം, അത്രയും പൊക്കണം. ഇത് ബാബേൽക്കോട്ട പണിയുക എന്നുള്ളതാണോ സഭയുടെ ഉദ്ദേശം? ബാബേലിന്റെ വ്യക്തിത്വങ്ങളായിട്ട് നിൽക്കുക എന്നുള്ളതാണോ? പ്രൗഢിയും പൊങ്ങച്ചവും കാണിക്കാനായിട്ട് വ്യക്തികൾ എന്ന പോലെ
ഇടവകകളും സമൂഹങ്ങളും ആയിത്തീരുന്നതിനെ അതിശക്തമായ ഭാഷയിൽ തിരുമേനി വിമർശിക്കുന്നു. നമുക്കും എവിടെയെങ്കിലുമൊക്കെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ പോലും മാറ്റങ്ങൾ വരുത്താൻ കിട്ടുന്ന അവസരങ്ങളിൽ ഇടപെടാൻ, തടപെടാൻ, സംസാരിക്കാൻ ഒക്കെ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കുകയാണ്. കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷൻ വരുന്നിടത്ത് മറ്റുള്ളവരെ ആരും മികച്ചതാണെന്ന് പറയാൻ വേണ്ടി കുടുംബങ്ങള്, സമൂഹങ്ങള്, സഭകള്, മതങ്ങള്, ഇടവകളൊക്കെ ശ്രമിക്കുന്നിടത്താണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ ആർഭാട സംസ്കാരമൊക്കെ കൂടുതൽ ചിലപ്പോൾ ശക്തിപ്പെടാനായിട്ടിടയാകുന്നത്. ഇതിന്റെ പുറകെ പോകുമ്പോഴത്തേക്ക് ആത്മീയമായ സമ്പത്തും അതിന്റെ വളർച്ചയും വളരെ മങ്ങിപ്പോകുന്നു. പുറമെ ധനാഢ്യനായിരിക്കാം, ദൈവ വിഷയമായി സമ്പന്നനാകാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതിന് വേണ്ടി ഒരു വലിയ വേദനയായിരുന്നു. ഇന്നത്തെ ഈ പൊങ്ങച്ച സംസ്കാരത്തിലെ, ഉപഭോഗ സംസ്കാരത്തിലെ ഒക്കെ പുറകെ പോയി വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ചാൽ തോന്നും. അവസാനം നോക്കും ഇതെല്ലാം വെറും ശൂന്യം. അകമേ ഉള്ള വളർച്ച ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് പുറമെ എല്ലാം മികച്ചതായിട്ട് കേൾക്കുന്നു. എന്നാൽ പുറമെ സ്വപ്നം കുറഞ്ഞാലും ശരി, അകത്തെ മനുഷ്യൻ നാളോറും പുതുക്കപ്പെടുന്ന വളരുന്ന ഒരു അനുഭവത്തെ കുറിച്ചുള്ള കൺസേൺ ആയിരുന്നു തിരുമേനിയുടേത് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം. ഈ കൈക്കൂലി തന്നെ സാമാന്യം നല്ല രീതിയിൽ സമ്പത്ത് അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന വ്യക്തി തന്നെയല്ലേ ഈ കൈക്കൂലികൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ആർഭാടത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടാൻ വേണ്ടിയല്ലേ ഇത് പലതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നാലാമത് നിസ്സംഗത ത്യജിച്ച് നീതിക്കായുള്ള പോരാട്ടത്തിന്റെ സന്തോഷത്തിലേക്കാണ്. ഇൻഡിഫറൻസ്, നിസ്സംഗത, അത് ആണ് പലപ്പോഴും കാണുന്നത്. മറ്റ് സമൂഹങ്ങളോ വേദനിക്കുന്ന ചില സമുദായങ്ങൾ, സമൂഹങ്ങൾ, വ്യക്തികൾ അവരുടെയൊക്കെ റൈറ്റ്സിന് വേണ്ടിയുള്ള അവരുടെ അത്യാവശ്യം ബേസിക് നീഡ്സ് തന്നെ ഫുൾഫിൽ ചെയ്യാനുള്ള ചില സ്ട്രഗിൾസ്, ആ സ്ട്രഗിൾസിൽ പങ്കുചേരണം എന്നുള്ളത് തിരുമേനിയുടെ ഒരു ദർശനമായിരുന്നു. അല്ലാതെ ചാരിറ്റി കൊടുക്കുന്നത് മാത്രമല്ല, കരുണ കാണിക്കുന്നതും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സ്ട്രക്ചറൽ പോവർട്ടിയെ ചലഞ്ച് ചെയ്യും. തിരുമേനി പറയും, തട്ടിക്കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ മാന്തിപ്പറിക്കാനും വേണം എന്ന് പറയും. നമുക്കിതെല്ലാം പെട്ടെന്ന് അടിമുടി മാറ്റിയെടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ഒന്ന് പങ്കുചേരാൻ എന്ത് മാത്രം. പക്ഷെ ആ മേഖലയിൽ ഐനാംസിന്റെ പ്രവർത്തനങ്ങളൊക്കെ കുറേയും കൂടെ നമുക്ക് മുന്നോട്ട് വരേണ്ടിയിരിക്കും. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കും. ഏത് വിഷയത്തിലാണ് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഉദാഹരണത്തിന് എൻഡോസൾഫാൻ വിഷയം കേരളത്തിൽ വന്നു. കണ്ണൂരോ ആ ഭാഗങ്ങളിലും ധാരാളം മനുഷ്യർക്ക് ദുരിതമുണ്ടാകുന്നു. അപ്പൊ സിസ്റ്റർ ദയാഭായി വന്ന് അവരുടെ റൈറ്റ്സിന് വേണ്ടി ഗവൺമെന്റിനോടും ഒക്കെ വാദിച്ചുകൊണ്ട് നീതി നടപ്പിലാക്കാൻ വേണ്ടി അവിടെ സമരമിരുന്നു. അതാണ് ആ സുവിശേഷത്തിന്റെ സ്നേഹം, മിഷന്റെ സ്നേഹം എന്ന് പറയുന്നത്. ആശാ വർക്കർമാരുടെ സമരം കുറെ നാളുകളായിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്നു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അത് തീർന്നോ? പ്രശ്നം പരിഹരിച്ചെങ്കിൽ ലേറ്റസ്റ്റ് ഞാൻ ഇപ്പം മനസ്സിലാക്കില്ല. എന്നെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നീതിപൂർവമായ ഒരു വിഷയമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഐനാംസിന് സാധിക്കുന്നു. ഇതുപോലെ ഈ സെക്കുലർ ഒരു വലിയ ദർശനമുള്ളതായ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ചലഞ്ച് ചെയ്യുന്ന പല പ്രവണതകളും ഈ രാജ്യത്ത് വർദ്ധിക്കുന്നു. അവിടെ ഒരു ക്രിസ്തീയ സംഘമായിട്ട് മാത്രം എതിർക്കാന്നുള്ളതല്ല, സമാന മനസ്ഥിതിയുള്ള ആളുകളുമായി കൈകോർത്തുകൊണ്ട് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കഴിയും. അങ്ങനെ നീതിക്ക് വേണ്ടിയുള്ളതായ പോരാട്ടങ്ങളിൽ പങ്കുചേരാൻ, അതിനൊരു പ്രോത്സാഹനം കൊടുക്കാൻ ഇതും തിരുവേനിയുടെ ദർശനങ്ങൾ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമായിരുന്നു. നിസ്സംഗത അത് മരിക്കണം. അത് ത്യജിച്ച് നീതിക്ക് വേണ്ടിയുള്ളതായ പരിശ്രമങ്ങളിൽ പങ്കുചേരാനായിട്ടുള്ളതായ ഒരു ആഹ്വാനം. അവസാനമായി അഞ്ചാമതായിട്ട് വർഗീയത ത്യജിച്ച് മതസംവാദം ഉണരണം. മതസൗഹാർദ്ദ സമീപനങ്ങളും ഇടപെടലുകളും ഉണ്ടാകണമെന്നുള്ളതും തിരുമേനിയുടെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലാണ്. അവനോടുകൂടെ മരിക്കുക. അപ്പൊ ഈ മത വർഗീയ സംഘബോധം മരിച്ച് ഒരു പുതിയ ദർശനം, എല്ലാ മതങ്ങളുമായി നല്ല ഒരു ബന്ധം സ്ഥാപിക്കാനും സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടാക്കാനും ഇന്ററാക്ഷൻസ് നടത്താനും അതുപോലെ സംവാദങ്ങൾ ക്രമീകരിക്കാനും ഒക്കെ മിഷൻ
ശ്രദ്ധ വെക്കണം എന്നുള്ളതിന് വേണ്ടി പഠിപ്പിക്കുന്നു. ദ സ്കാൻഡൽ ഓഫ് പർട്ടിക്കുലാരിറ്റി ഉപേക്ഷിച്ചുള്ള സുവിശേഷ വേലയോ ഡയലോഗോ ക്രിസ്ത്യാനിക്ക് സാധ്യമല്ലെന്നും തിരുമേനി ഓർപ്പിക്കുന്നത്. അതായത് പർട്ടിക്കുലർ ഫെയ്ത്ത് കളഞ്ഞിട്ട് അതിനോട് ഫെയ്ത്ത്ഫുള്ളായി നിന്നുകൊണ്ട് തന്നെ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ആവോളമേഷണം പറഞ്ഞപ്പോൾ, വിശ്വസ്തത ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വിശാലതയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം അതിഭയങ്കരമായിട്ട് വർഗീയതയും മതത്തിന്റെ ദുരുപയോഗവും മതത്തിന്റെ വികാരങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്വേഷം വ്യാപിപ്പിക്കാനും മതങ്ങളെ തമ്മിലടിപ്പിക്കാനും ഒക്കെ ഉള്ളതായ പ്രവർത്തനങ്ങൾ ശക്തമാവുകയാണ്. സൈബർ ഗുണ്ടായിസം ഇതിന്റെ പേരിൽ നടക്കുന്നു. സൈബർ അറ്റാക്കുകൾ ഏതാ മാക്സിമം വിദ്വേഷം ഇങ്ങനെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഹൃദയങ്ങളിൽ. അപ്പൊ അവിടെയാണ് മതങ്ങൾ ലോകത്തിനൊരു വലിയ നാശമാണ്, ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് രക്ഷ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്നുള്ള രക്ഷയാണ് എന്നുള്ള രീതിയിൽ സെക്കുലർ തിങ്കേഴ്സ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. ശാന്തിയാണ് തിരുവേനിയെ പോലെയുള്ളവർ പറയുന്നത്, മതത്തിന്റെ അന്തസത്തയിലെ നന്മകളെയും റിസോഴ്സസിനെയും യൂസ് ചെയ്യുന്നെങ്കിൽ ലോകത്തെ ഹ്യൂമനൈസ് ചെയ്യാനും കുറെ കൂടെ മാനുഷീകരിക്കാനും സാധിക്കും. എന്നാൽ മതത്തിന്റെ ദുരുപയോഗത്തെ എതിർക്കണം. അപ്പം മിസ്യൂസ് ഓഫ് റിലീജിയനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, അല്ലാതെ റിലീജിയൻ അല്ല ത്രട്ടെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് മതങ്ങളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ട് നന്നായിട്ട് അതിൽ എക്സ്പീരിയൻസ് ഉള്ളതായ ആളുകളൊക്കെ ചേർന്ന് വരികയും തുറന്ന് സംസാരിക്കുകയും അതുപോലെ ഈ വർദ്ധിച്ചു വരുന്ന വർഗീയതയ്ക്കെതിരെയുള്ളതായ ശ്രമങ്ങളിൽ കൈകോർക്കുകയും ചെയ്യാം. 1 തെസ്സലോനിക്ക 5:21 തിരുവേനി കോട്ട് ചെയ്യുന്നത് സകലവും പരിശോധിച്ച് നല്ലത് മുറുകെ പിടിക്കുക. അപ്പൊ സകലവും പരിശോധിക്കണമെങ്കിൽ മറ്റുള്ളവരെയും കേൾക്കണം. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അയൽക്കാരന്റെ മതം, അയലത്തെ മതം, ക്രിസ്തീയ സമൂഹം അതിന്റെ അയലത്തെ മതവുമായിട്ടും കൂടെ ഇടപെടണം. അതുപോലെ തന്നെ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവർക്ക് നിങ്ങളെ എല്ലാവരും കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റ് മതത്തിലുള്ളവരെ കേൾക്കണമെന്നും കൂടെ നിങ്ങൾ ആഗ്രഹിക്കട്ടെ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങൾ അവർക്ക് ചെയ്യും. ഇത് തിരുവേനി എടുത്ത് പറയുന്നുണ്ട്. ഈ വാക്യം ഗോൾഡൻ റൂളാണല്ലോ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം എന്നുള്ളത്. തിരുവേനിയുടെ തന്നെ ഒരു വാചകം കോട്ട് ചെയ്യുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ഒന്നായിരിക്കുന്നത് പോലെയും 1 3 പോലെയും വിവിധ ജാതി മതഭേദങ്ങളെ ഒരു കുടുംബം പോലെ ഐക്യതയിൽ കൊണ്ടുവരാൻ മിഷൻ സഹായിക്കണം. ഈ മിഷൻ നമ്മൾ എത്രമാത്രം എടുത്തിട്ടുണ്ട്? ഈ മിഷന്റെ ഇനിഷ്യേറ്റീവ് എന്തുമാത്രം ഉണ്ടായിട്ടുണ്ട്? ഇത് ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ റെലവന്റ് ആണ്. ഇതിന് ആദ്യകാലത്ത് ഇത് പറഞ്ഞതിനേക്കാളും ഇന്നിത് പ്രസക്തമായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. പക്ഷെ അത് കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഠനങ്ങളും ഒരു അക്കാഡമിക് ആയിരിക്കുന്ന അപ്രോച്ചും ഒക്കെ ഇതിനോട് ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ 4 കാര്യങ്ങൾ ത്യജിക്കുക, സന്തോഷിക്കുക എന്നുള്ളതായ തിരുമേനിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവനോടുകൂടെ മരിക്കുക എന്നുള്ളതിന്റെ ഒരു വ്യാഖ്യാനമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. 1 സങ്കുചിതത്വം ത്യജിച്ച് ആഗോള വീക്ഷണം വളർത്തുക. 2 പറഞ്ഞത് സ്വാർത്ഥത ത്യജിച്ച് പങ്കുടിയിലിന്റെ സന്തോഷം ഉണ്ടാക്കുക. 3 ആർഭാടം ത്യജിച്ച് ലളിത ജീവിതം വളർത്തുക. നിസ്സംഗത ത്യജിച്ച് നീതിക്കായിട്ടുള്ള പോരാട്ടങ്ങളിൽ പങ്കാളിത്തം ഉറപ്പാക്കുക. 5 വർഗീയത ത്യജിച്ച് മത സംവാദങ്ങളും സൗഹൃദ സമീപനങ്ങളും ശക്തിപ്പെടുത്തുക. ഇതിനെല്ലാം പ്രചോദനമായിട്ട് തിരുവേനി കണ്ടത് ക്രിസ്തുവാണ്, പരിശുദ്ധ തൃത്വമാണ്, കുടുംബത്തിന്റെ ആ ഒരു പകിടിലാണ്, പ്രകൃതിയാണ്. പ്രകൃതിയിലെല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. നാം കാർബൺ ഡയോക്സൈഡ് കൊടുക്കുമ്പോൾ മരങ്ങളെല്ലാം തിരിച്ച് അതിനെ സ്വീകരിച്ച് ഓക്സിജനെ നമുക്ക് നൽകുന്നു. ആ സമുദ്രം വെള്ളം നീരാവിയാക്കി കൊടുക്കുന്നു. അത് മുകളിൽ അത് വീണ്ടും ഘനീഭവിച്ച് അതെല്ലാം പിന്നെ മഴയായിട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നു ഒരു പ്രകൃതിയാണ് കാണാൻ പറ്റും. വലിയ ഫാർമസീസ് ജംഗിളിലേക്ക് നോക്കുമോ, അവിടെ പോലും പങ്കുവെക്കലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഒരു നീരുറവയുണ്ടെങ്കിൽ ആ നീരുറവയിൽ വന്ന് എല്ലാ മൃഗങ്ങളും ആ കാട്ടിലെ പക്ഷികളും ഒരുപോലെ കുളിക്കുന്നു. ആരും എന്റെ സ്വന്തമെന്ന് പറഞ്ഞ അവിടെ ഡാം കെട്ടി ഒരു ഭാഗം മുളപ്പൊടിയാക്കി വേർതിരിച്ചെടുക്കുന്നില്ല.
എല്ലാം ഒരുപോലെ ആ നദി അല്ലെങ്കിൽ നീരുറവ ആ കാട്ടിലെ എല്ലാ പ്രകജാലങ്ങളും പക്ഷി പ്രകാരികളെല്ലാം ഒരുപോലെ ഷെയർ ചെയ്യുന്നു. മനുഷ്യന്റെ ഇടയിൽ ഇത്രയും മൃഗങ്ങളുടെ സ്വഭാവം പോലും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഈ പിതാക്കന്മാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പം പ്രകൃതിയിൽ നിന്ന് പാഠം പഠിക്കാനായിട്ടുണ്ട്. സാക്ഷികളുടെ സമൂഹം ഇൻസ്പയർ ചെയ്യുന്നു. ഇതിലെല്ലാം അടിസ്ഥാനപരമായ ഒരു കാര്യം ഓർപ്പിച്ച് ഞാനിതിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. തിരുമേനിക്ക് ഇത്രയും ദർശനങ്ങളും ഇത്രയും ഒരു ആവേശവും മിഷനെ കുറിച്ചുള്ളതായ ഒരു വലിയ താല്പര്യവും എല്ലാം വർദ്ധിച്ചതിൽ അടിസ്ഥാനപരമായ ഒരു സംഭവം അത് വേദപുസ്തകത്തോടുള്ള പ്രതിബദ്ധതയാണ്. നന്നായി വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ചെറുപ്പം മുതലുള്ളതായ ഒരു പ്രചോദനം ലഭിച്ചു. അതിൽ പ്രത്യേകിച്ച് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചത് പഠിക്കുക. നമ്മുടെ പുതിയ തലമുറകളിലും ഈ ദർശനമൊക്കെ ഉൾക്കൊള്ളാൻ തക്കവും എന്നും സുവിശേഷം വായിക്കുന്നവരാകുന്നുണ്ട്. നമ്മൾ ആ വിധത്തിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം സുവിശേഷം തന്നെയാണ്. നമ്മുടെ ആരാധനയിൽ വേദപുസ്തകം വായിക്കുന്നതിന്റെ ആ ഒരു ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമം വായിക്കുന്നതിന്റെ സ്ഥാനം ഒന്ന് നോക്കുക. താഴെ നിന്ന് വായിക്കുന്നു. എത്ര വഴിയാണ് അദ്ദേഹം കത്തിച്ചോദിക്കുന്നത്? പഴമ വായിക്കുമ്പോൾ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് വായിക്കുമ്പോൾ ഒരു വഴി. പിന്നെ കുറച്ചുകൂടെ കയറി നിന്ന് പടിയെ നിന്ന് വായിക്കുന്നു. അത് ലേഖനങ്ങളാണ് വായിക്കുന്നത്. അപ്പൊ എത്ര വഴിയാണ്? ഒരു വഴി. അതിന്റെ മുകളിൽ മദ്വായില് നിന്ന് വായിക്കും. ഏറ്റവും മുകളിൽ നിന്ന് വായിക്കുമ്പോൾ രണ്ട് വഴികളിൽ ജീവന്റെ വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു പാരസിറ്റാമോൾ ഉപയോഗിച്ചാൽ അത് ഓർത്തഡോക്സുകാരന് മാത്രമല്ല, മതവാക്കാരനും കത്തോലിക്കനും ഹിന്ദുവിനും മുസൽമാനും മതമില്ലാത്തവർക്കും മതമുള്ളവർക്കും ഒരുപോലെ എഫക്ട് ഉണ്ടാക്കും, തലവേദന മാറ്റും. ഈ പാരസിറ്റാമോളിന്റെ വാല്യൂ യേശുവിന് കൊടുക്കുന്നുണ്ടോ? സുവിശേഷത്തിന് കൊടുക്കുന്നുണ്ടോ? യേശു ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു ധാരണ അതേതാണ്ട് ഒരു ഗെറ്റോയിസം, ഒരു സെക്ടേറിയൻ ചിന്താഗതി. യേശു ഒന്ന് ഓർക്കണം, ഈ സുവിശേഷവും അത് ഈ ലോകത്തിന് മുഴുവൻ ഉണ്ടാകേണ്ടതായ മനുഷ്യീകരണത്തിന്റെ നന്മയുടെ വെളിച്ചത്തിന്റെ ഒരു റൂളാണ്. അതിനെ ആ വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് കഴിയട്ടെ. ഇന്നലെ ഒരു ചോദ്യം ഇവിടെ വന്നു, ബിഗ് ബാങ് തിയറി. അത് കേട്ട് സ്വാഭാവികമായിട്ടും സയന്റിഫിക്കായിട്ടും ഒക്കെ നോക്കുമ്പോൾ ഇതൊക്കെ വെറും ഒരു മിതോളജിയാണ്. ഇതെല്ലാം വെറും അടിസ്ഥാനരഹിതമായിരിക്കുന്ന കുറെ സംഗതികളാണ്. മാത്രമല്ല ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മുഴുവൻ വയലൻസ് കിടക്കുന്നു. ഒത്തിരി അക്രമങ്ങൾ ദൈവത്തിന്റെ പേരിൽ നടക്കുന്നു. അതുകൊണ്ട് തന്നെ വേദപുസ്തകം ബിഗിനിങ് തൊട്ട് എൻഡ് വരെ മുഴുവൻ കെട്ടിയിറക്കിയ ദൈവവചനം എന്നുള്ള രീതിയിൽ മാത്രം എടുക്കരുത്. പഴയ നിയമത്തിൽ ശാസ്ത്രത്തിൽ ചേരാത്ത കാര്യങ്ങളുണ്ട്. അന്നത്തെ ശാസ്ത്രം വെച്ച് എഴുതിയവര് അന്നത്തെ ഭാഷ വെച്ചല്ലേ, അവർക്ക് വലിയ ഭാഷ വെച്ചല്ലേ എഴുതുന്നത് എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ ഒരു വിധാനമാണ്. അതിന്റെ മുകളിൽ വെള്ളമുണ്ട്. അതിലിടയ്ക്കിടയ്ക്ക് വാൽവ് തുറക്കുമ്പോൾ കുറേശ്ശെ വെള്ളം വരുന്നു, മഴ. അതുപോലെ തന്നെ ഇതിന് താഴെ വെള്ളമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വളരെ സങ്കുചിതമായിരിക്കുന്ന ഒരു വേൾഡ് വ്യൂ ആണ്. ആ കോസ്മോളജി വെച്ച് തന്നെയാണ് അവരെഴുതിയിരിക്കുന്നത്. നമ്മൾ അത് ഉപയോഗിക്കുന്നത് കോസ്മോളജി പഠിക്കാൻ വേണ്ടിയല്ല, അത് പഠിക്കാൻ വേണ്ടി സയൻസിന്റെ ബുക്ക് നോക്കണം. എന്നാൽ വേദപുസ്തകം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതേത് കാലഘട്ടത്തിലേക്ക് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനത്തിൽ അടിസ്ഥാനപ്പെടണം ജീവിതങ്ങൾ. കല്യാണം കഴിഞ്ഞു, ജർമ്മനിക്ക് പോയി, അല്ലെ യൂറോപ്പിൽ മറ്റേ രാജ്യങ്ങളിൽ പോയി, ഏതാണ്ട് മാസം കഴിഞ്ഞു, പിരിഞ്ഞു, തിരിച്ചു വരുന്നു. ഏത് അടിസ്ഥാനത്തിലാണ് ജീവിതങ്ങളും കുടുംബങ്ങളും പണിയപ്പെടുന്നത്? പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയാനായിട്ടാണ് യേശു പഠിപ്പിച്ചത്. ഈ വചനമാണെന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ച വചനങ്ങൾ അടിസ്ഥാനമാക്കി കുടുംബങ്ങളും വ്യക്തിത്വങ്ങളും വളർത്തപ്പെടണം, രൂപപ്പെടണം. സുവിശേഷ ദർശനം ശക്തമാക്കണം. ഒരൊറ്റ ദിവസവും സുവിശേഷത്തിൽ നിന്ന് വായിക്കാത്ത ഒരു സന്ധ്യ നമ്മുടെ വീട്ടിലുണ്ടാകാൻ ഇടയാകരുത് എന്നുള്ള ഒരു തീരുമാനം അത് നമുക്ക് എല്ലാവരും പഠിപ്പിക്കുക. എല്ലാ ഇടവകക്കാരെയും ആ കാര്യത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ദർശനമായിട്ട് മാറട്ടെ. വിവാഹ ഉദാശയിൽ നമ്മൾ കാഴ്ച കേൾക്കുന്നുണ്ട്. കർത്താവേ, നിന്റെ ദിവ്യ കൽപ്പനകൾ നമ്മുടെ ആനന്ദം കൊണ്ട് ഇങ്ങനെ നടക്കണമേ.
നിന്റെ ദിവ്യ കൽപ്പനകളിലുള്ള സന്തോഷം നിറച്ചു തരും. എന്റെ സന്തോഷം നിങ്ങളിരിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനത്ര ഞാൻ നിങ്ങളോട് സംസാരിച്ചു. വാഗ്ദത്തം നൽകിയവൻ അത് പൂർത്തീകരിക്കാൻ ശക്തനാണ്. പക്ഷെ നമ്മൾ സഹകരിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. ഇതിൽ സന്തോഷിച്ച ഒരു പിതാവിനെയാണ് നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ഫോളോ ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ആദ്യം ഈ തിരുവേലിയുടെ പ്രസംഗം കേൾക്കുന്നത് 43-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ്. അതെന്നെ വല്ലാതെ പിടിച്ച് കൊലച്ചോ കുലുക്കുകയും എന്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് ഞാൻ ചിന്തിച്ചു. ഗോഡ് ഈസ് മൈ എക്സീഡിംഗ് ജോയ്. ത്യജിക്കാൻ, ഉയർത്താൻ, സന്തോഷിക്കാൻ ദൈവമാണ് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും അത്യന്തികമായിരിക്കുന്ന സ്രോതസ്. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ആ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിലെ എല്ലാ കൂട്ടായ്മകളുടെ ഹൃദയങ്ങളിലും നിറച്ചു തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇത്രയും സഹിഷ്ണുതയോടെ കേട്ടിരുന്ന എല്ലാവരോടുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതായ എൻ്റെ ഭാരവാഹികൾ തോമസ് പോൾ സാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ടും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്ന് പറയാനായിട്ട് ദൈവം അനുഗ്രഹിക്കും.